അപ്പം നിങ്ങൾ സ്കൂളിൽ നാളെ ലീവാണ്, ഹോംവർക്കൊന്നും ചെയ്യില്ല. അപ്പോൾ ഒന്ന് മേലെ കയറിയതാണ്. അപ്പോൾ അതവിടെ അതിൻ്റെ അടിയിൽ ഫുള്ള് പുല്ലൊക്കെ നിറച്ചിട്ടുണ്ട്. ഇനി ഇവിടെ എന്തൊക്കെ സംഭവങ്ങളുണ്ട് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിലിതാ ചീരുണ്ട്, അതൊക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങോട്ട് പുല്ല് കുറേ നിറച്ചിട്ടുണ്ട്. ഇത് വഴുതനങ്ങേൻ്റെ മരം കേട്ടോ, അതിൻ്റെ ഇടയിൽ എള്ളുണ്ടാക്കുന്നു. ചീരിയുണ്ട് ഇതിൻ്റെ അടിയിൽ. ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ മരം ഉണ്ട് കേട്ടോ. പൊന്തുണില്ല. ഇതാണ് പൈനാപ്പിളിൻ്റെ മരം. ഇത് അവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ കുറേ എള്ളിൻ്റെ മരം. ഇതൊക്കെയാണ് ഒരു ചീര, കുറേ ചീരൻ്റെ മരങ്ങൾ. ഇതിൻ്റെ തല ഒന്ന് അതൊക്കെ എടുത്ത് വെട്ടിയെടുത്ത് ഉപ്പേരി വെച്ചിരുന്നു. പിന്നെ ഇതാ അവിടെ വേറൊരു വലിയ ചീരൻ്റെ മരമുണ്ട്. ഇതിൻ്റെ എന്തൊക്കെയോ തിന്നിക്കണ്, പുയൊക്കെ വന്ന് തിന്നതാട്ടോ. ഇതിൻ്റെ അടിയിലും ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ മരമുണ്ട്. പിന്നെ ഇതാണ് നമ്മളെ വഴുതനങ്ങ മരം. ഒരു വഴുതനങ്ങ ഉണ്ടായിരിക്കും, അത് പറിക്കാൻ പോവാണ് നമ്മൾ. നമുക്കിനി പറിക്കണം. ഇവിടെയൊക്കെ പൂവ് ഇട്ടിക്കണം കേട്ടോ. അതിൻ്റെ ചെറുതായിട്ട് പൂവൊക്കെ വരുന്നുണ്ട്. വെള്ളം ഒഴിച്ചെടുത്തിട്ട് എല്ലാം വാടിക്കുന്നുണ്ട്, വെയിലുണ്ടിട്ട്. ഇനിയപ്പോൾ അതിന് വെള്ളം ഒഴിച്ചെടുക്കുക. കുറച്ച് ഇതിന് ഒഴിച്ചെടുക്കാം, ബാക്കി അതിന് ഒഴിച്ചെടുത്തു. എന്താ ഇവിടെയൊക്കെ പണിക്കടാണ്. ഇനി നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം. ഇവിടെയാണ് നമ്മളെ മാങ്ങമരം. ഇതിൻ്റെ അടിയിൽ നിന്നാണ്ട് ഇന്നാൾ നമ്മളൊരു വീഡിയോ ചെയ്തിന്. ഒരു മാങ്ങ, കുറേ മാങ്ങൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം മാങ്ങ സീസൺ ഇല്ലാത്തതുകൊണ്ട് മാങ്ങൊന്നുമില്ല. ഈ സൈഡിലും മാങ്ങമരം ഉണ്ട്. ഇതിന്മേൽ ഒന്നിട്ടുണ്ടായിരുന്നില്ല നിന്നെയ. അത് പക്കാതായപ്പോൾ പൊട്ടി വീണിട്ട് ചീഞ്ഞു. ഇതെവിടെ കണ്ണിമാങ്ങ? അതവിടെ കുറച്ച് വലിപ്പമുള്ളൊരു മാങ്ങ കണ്ടോ, കുറച്ച് വലിപ്പമുള്ളൊരു മാങ്ങ ഉണ്ടായിക്കണം അവിടെ. ഇതാ വലിയ കറ്റാർവായൊക്കെ ഉണ്ട് കേട്ടോ. ഇത് അഞ്ഞുണ്ട് കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ മരം. എന്താ ഇതിൽ 2 ഒറ്റയുണ്ട്. ഒന്ന് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. അതിൽ ചെറുതായിട്ട് ഞാൻ ചീനൊക്കെ ഉണ്ട്. ഇവിടെ പൈപ്പൊക്കെ ഇങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ പിന്നെയും ചീരൻ്റെ മരം. പുല്ലൊക്കെ ഒരുവിധം ഇട്ട് പറിച്ചിട്ട് കഴിഞ്ഞ് ഞാൻ അടിച്ചു തരാം. ഇതിന്മേൽ ഒരു വത്തക്കൻ്റെ ഒരു ഇതുണ്ട്, വള്ളിയാണ്. ഇത് ചീഞ്ഞത് അതിന്മേൽ ഒരു വത്തക്ക ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മളെ മഴ ഇതാലൊക്കെ ഉണ്ടാവുന്ന ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന ആ ഒരു പൂപ്പലില്ലേ, അതൊക്കെ ഉണങ്ങിയതൊക്കെ. പിന്നെ മഴ ഇട്ടാൽ വെള്ളം പോകില്ല, അതുണ്ടാവില്ല. പിന്നെ അടിച്ചതുകൊണ്ട് മുളകിനും ഒക്കെ ഇട്ട് കൊടുക്കും. അപ്പം അതൊക്കെ നല്ല ഉണ്ടാവും കേട്ടോ. നമുക്കിത് വെട്ടി വേണ്ട കേടുന്നൊക്കെ ഇലകളൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കണം. ഇതിൻ്റെ ഒക്കെ വെട്ടി കൊടുക്കട്ടെ. ഇതിമത്തെ ചീര മൊത്തം പോയി തിന്നിക്കണം. ഇത് പറിച്ചിടാത്തതുണ്ട്. ഈ വിത്തിൻ്റെ ഇതെല്ലാം ഈ വിത്തുണ്ടെങ്കിൽ നമുക്കിത് ഇട്ടിട്ട് വേറെയും മരം ഉണ്ടാക്കാം. ഇതിനൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്കിതാ ഈ വഴുതനങ്ങ പറിച്ചെടുക്കാം. കുറച്ച് വലിപ്പമുള്ളൊരു വഴുതനങ്ങ ഇട്ട് ഇനി പറിച്ചെടുക്കാം. ഇപ്പോൾ വഴുതനങ്ങയും കിട്ടിയിരിക്കണം. ഏകദേശം ഇന്ന് രാത്രിയിലൊക്കെ കൂട്ടാനുള്ള സാധനങ്ങളും കിട്ടി. കുറച്ച് ചീര കിട്ടി. നമ്മൾ നേരത്തെ പറിച്ചെടുത്തില്ലായിരുന്നു. അതിൽ ചീത്ത ഇലകളൊക്കെ ഒഴിവാക്കിയാണ്ട് നല്ല ഇലകൾ മാത്രം എടുത്തേക്കും കിട്ടും. ഞാനിവിടുത്തെ അവസ്ഥ കാണിച്ചു തരാം. ഇതാ
വൃത്തിയാക്കിയപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. വൃത്തിയാക്കണതിൻ്റെ മുന്നത്തെ അവസ്ഥ ഞങ്ങൾക്ക് കാണിച്ചു നിൽക്കണില്ലേ. ഇപ്പം നല്ല വൃത്തിയായി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.